നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കൂട്ടരെ, നിങ്ങൾ അറിഞ്ഞോ, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സൈനിങ് നടത്തിയിരിക്കുന്നു. വിദേശ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു, മൊറോക്കൻ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു, മധ്യനിര താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു. സീസൺ പകുതിയായി, സൈനിങ് തുടരുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിക്കുന്നു, കരീം ബെനാരിഫിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു. ഈ സീസൺ അവസാനം വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് പ്ലീസ്ഡ് ടു കൺഫേം ദാറ്റ് മൊറോക്കൻ മിഡ്ഫീൽഡർ കരീം ബെനാരിഫ് ഹാസ് ജോയിൻഡ് ദി ക്ലബ് ടിൽ ദി എൻഡ് ഓഫ് ദി കറന്റ് സീസൺ. ഇപ്പോൾ നമുക്കറിയാലോ, ഡേവിഡ് കറ്റാലയെ പറഞ്ഞു വിട്ടുകൊണ്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള മാറ്റമാണ് എന്ന് വേണം കരുതാൻ. പക്ഷേ സംഗതി സീസൺ പകുതിയായി കഴിഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ താരങ്ങളുടെ വരവും പോക്കും ഒക്കെ നടക്കുകയാണെന്ന് അർത്ഥം. എന്നിട്ട് കരീം ബെനാരിഫിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ജനിച്ചത് റബാത്തിലാണ്, മൊറോക്കോയിലെ റബാത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിം അവിടെ തന്നെ കളിച്ച് വളർന്ന ആളാണ്. മൊറോക്കൻ ടോപ്പ് ടയറിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഡൊമസ്റ്റിക് കോമ്പറ്റീഷനുകളിലും അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മേഖല കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. വെൽക്കം ടു ദി ബ്ലാസ്റ്റേഴ്സ് കരീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ഒരു വിദേശ താരത്തെ കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിദേശ താരം പുറത്തേക്ക് പോകും എന്ന് വേണം കരുതാൻ. അപ്പോൾ സീസൺ ഇങ്ങനെ പകുതി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോഴും വരവും പോക്കും ഒന്നും തീരുമാനമായിട്ടില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.